അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 20 വ്യാഴാഴ്ച. ജൂൺ 18 9 ലക്ഷത്തോളം പേർ എഴുതിയ കോളേജ് അധ്യാപന യോഗ്യതാ പരീക്ഷയായ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. NTA നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത്. അന്വേഷണം CBIയെ ഏൽപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. യുവാക്കളുടെ ഭാവി തകർക്കുകയാണെന്നും വീഴ്ചകൾക്ക് സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് NCUവിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടത്തും. സ്പീക്കർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ വെള്ളിയാഴ്ചയ്ക്കകം അഭിപ്രായം അറിയിക്കണമെന്ന് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ട് BJP MP തന്നെ സ്പീക്കർ സ്ഥാനം വഹിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. എന്നാൽ NDA മുഖമായിരിക്കണം സ്പീക്കർ പദവിയിൽ വേണ്ടതെന്ന നിലപാടിലാണ് TDP. ഘടകകക്ഷികൾക്ക് സ്പീക്കർ പദവി നൽകാൻ BJP തയ്യാറാകുന്നില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിൽ കരുണാപുരത്തുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ 18 പേർ മരിച്ചു. 65 പേർ ചികിത്സയിലാണ്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. വ്യാജമദ്യം വിറ്റയാൾ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ബോംബ് നിർമ്മിക്കുന്നവരുടെ ഹബ്ബാണെന്നും ഇതൊക്കെ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കുമെന്നും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും യുവതി പ്രതികരിച്ചു. ഞങ്ങൾക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ യുവതി താൻ തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണെന്നും സഹികെട്ടാണ് തുറന്നു പറയുന്നതെന്നും വ്യക്തമാക്കി. ഒരിക്കൽ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് കണ്ടെത്തിയപ്പോൾ പാർട്ടിക്കാർ വന്ന് ബോംബുകൾ എടുത്തുമാറ്റിയെന്നും യുവതി വെളിപ്പെടുത്തി. കണ്ണൂർ DCC ഓഫീസിൽ ബോംബ് കണ്ടെടുത്തുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തോട് K.സുധാകരന് ആ റെക്കോർഡില്ലെന്നും കോൺഗ്രസുകാരന്റെ ബോംബേറിൽ ആരും മരിച്ചിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് K.സുധാകരൻ പ്രതികരിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയനെന്നും വെട്ടിക്കൊന്ന ആളെത്രയാണെന്ന് പറയാൻ ആണത്തമുണ്ടോയെന്നും സുധാകരൻ ചോദിച്ചു. CPMന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ അക്രമത്തിലും കൊലപാതകത്തിലുമാണെന്നും CPMന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിനു മുമ്പിൽ ആളുകളെ വിറപ്പിച്ചു നിർത്തിയിട്ടാണെന്നും അതിൽ ആദ്യത്തെ ആയുധമാണ് ബോംബെന്നും സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാൻ CPM സംഘർഷത്തിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവവും തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ CPM പ്രവർത്തകൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് MV ജയരാജൻ. കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള പ്രദേശത്താണ് സ്ഫോടനം ഉണ്ടായതെന്നും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലും നേരത്തെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെന്നും MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ CPMനെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന് പറഞ്ഞ ജയരാജൻ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനേ സഹായിക്കുള്ളൂവെന്നും അഭിപ്രായപ്പെട്ടു. തലശ്ശേരിയിൽ വൃദ്ധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി K. സുധാകരൻ. വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ചെറുപ്പക്കാരാണ് മരിച്ചതെന്ന് പറഞ്ഞ സുധാകരൻ സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു എന്നും ചോദിച്ചു. ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും എന്നിട്ട് ബാക്കി പറയാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ട്. വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായി എന്നാണ് റിപ്പോർട്ടുകൾ.
LDF കൺവീനർ EP ജയരാജന്റെ ദല്ലാൽ ബന്ധത്തിനെതിരെയും മേയർ സച്ചിൻ ദേവ് വിവാദത്തിനെതിരെയും കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ടു പോകണമെന്നും സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയർന്നെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൊച്ചി നഗരത്തിലെ സൂചനാ ബോർഡുകളും പൊതുസ്ഥലങ്ങളും വികൃതമാക്കുന്ന ഗ്രാഫിറ്റികൾക്ക് പിന്നിൽ ആരെന്നതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മരട് നഗരസഭാ സെക്രട്ടറി പരാതി നൽകിയതിന് പിന്നാലെ മരട് പോലീസ് അന്വേഷണം തുടങ്ങി. നഗര നിരത്തുകളിൽ പ്രത്യക്ഷപ്പെട്ട ഗ്രാഫിറ്റി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത ചില ഇൻസ്റ്റാഗ്രാം പേജുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ട മേഖലകളിലെ CCTVകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം. മതിയായ തെളിവുകൾ ലഭിച്ചാൽ കേസെടുക്കുമെന്നും മരട് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ ശനിയാഴ്ചയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫീസറെ മൂന്നാർ ഭൂമി കേസിൽ അടിയന്തരമായി നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസറെന്നും പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വ്യാജ പട്ടയങ്ങൾ നൽകിയതും റവന്യൂ രേഖകളിൽ കൃത്രിമം നടത്തിയതും സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. CPI ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധിക്കാരം പരാജയത്തിന് കാരണമായി എന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായി എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ജനങ്ങളെ അകറ്റുന്നുവെന്നും CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പാണ് കാരണമായതെന്നും വിമർശനമുയർന്നു. K. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി വികസനം, ദേവസ്വം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. ഇത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. K. രാധാകൃഷ്ണന്റെ രാജി ഗവർണർ അംഗീകരിച്ചു. ലോക്സഭാ MP-യായി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ചത്. ജീവാനന്ദം പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമം അനുവദിക്കുകയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവാനന്ദം എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം നിലവിലുള്ള ശമ്പളവും പെൻഷനും കവർന്നെടുക്കാനുള്ള ഗൂഢശ്രമമാണെന്നും ഈ പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSRTC ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും അഭ്യർത്ഥിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പരാതിയുണ്ടെങ്കിൽ KSRTC മാനേജ്മെന്റിനെ അറിയിക്കാമെന്ന് KSRTCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വീഡിയോ വഴിയാണ് ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥന. മലപ്പുറം വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 278ലേക്ക് ഉയർന്നു. മഞ്ഞപ്പിത്തം കൂടുതൽ ആളുകളിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നോഡൽ ഓഫീസറെ നിയമിച്ചു. വള്ളിക്കുന്ന്, മുന്നിയൂർ, തേഞ്ഞിപ്പലം പഞ്ചായത്തുകളിലെ മഞ്ഞപ്പിത്തം കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ചേലേമ്പ്ര പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിച്ചു. ടാങ്കറിലെത്തിച്ച കുടിവെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തം ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണം ഊർജിതപ്പെടുത്താൻ വള്ളിക്കുന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ഐസ്ക്രീമിൽ മനുഷ്യവിരൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. ഐസ്ക്രീം കമ്പനിയുടെ പൂനെ ഫാക്ടറിയിലെ ജീവനക്കാരനെ അപകടത്തിൽ വിരലുകൾക്ക് പരിക്കേറ്റതായി അന്വേഷണ സംഘം കണ്ടെത്തി. ജീവനക്കാരന്റെ DNA സാമ്പിളുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം പരിശോധനയ്ക്കായി അയച്ചു. ഫലം വന്ന ശേഷം വിരൽ ഇയാളുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ കമ്പനിക്കെതിരെ പുതിയ കേസെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ജമ്മു കാശ്മീർ സന്ദർശിക്കും. 1500 കോടിയുടെ പദ്ധതികളും മോദി ഉദ്ഘാടനം ചെയ്യും. 3ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഇതാദ്യമായാണ് മോദി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിൽ വിലയിരുത്തലുകൾക്കായി വസ്തുതാന്വേഷണ സമിതികൾ രൂപവൽക്കരിച്ച് കോൺഗ്രസ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന അടക്കമുള്ള
9 സംസ്ഥാനങ്ങളിലേക്കാണ് പാർട്ടിയുടെ മോശം പ്രകടനം വിലയിരുത്താൻ സമിതി രൂപവൽക്കരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് റോബർട്ട് വദ്ര. വയനാടിനായുള്ള രാഹുലിന്റെ പദ്ധതികൾ പ്രിയങ്ക മുന്നോട്ട് കൊണ്ടുപോകുമെന്നും റോബർട്ട് വദ്ര പറഞ്ഞു. പ്രിയങ്ക മത്സരിക്കുന്നത് താൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത അവസരത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയ വദ്ര രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നും കൂട്ടിച്ചേർത്തു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. 2021 കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അഭിജിത്ത് പ്രവർത്തന രീതിയിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ജൂലൈ 3 വരെ നീട്ടി. അതേസമയം കെജ്രിവാൾ 100 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ പറഞ്ഞു. സ്ഥിരജാമ്യത്തിനായുള്ള കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഗുജറാത്തിൽ പൊട്ടറ്റോ ചിപ്സ് പാക്കറ്റിൽ നിന്നും ചത്ത തവളയെ കണ്ടെത്തി. ബാലാജി വേഫേഴ്സിന്റെ ചിപ്സ് പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് അതിൽ ചത്ത തവളയെ കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചിപ്സ് വാങ്ങിയ കടയിൽ പരിശോധന നടത്തി മറ്റ് പാക്കറ്റുകൾ പരിശോധിച്ചു. അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചു. കമ്പനിയുടെ വിശദീകരണം തേടിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. 2024-25 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നെല്ല്, ചോളം, ബജ്ര, റാഗി, സോയാബീൻ, നിലക്കടല, പരുത്തി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കുവൈറ്റ് മംഗഫിലെ ബ്ലോക്ക് 4-ലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 8 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 3 പേർ ഇന്ത്യക്കാരും ഒരാൾ കുവൈത്തി സ്വദേശിയുമാണ്. മറ്റ് 4 പേർ ഈജിപ്ത് സ്വദേശികളാണെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നരഹത്യ, ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ കോടതി ചുമത്തിയിരിക്കുന്നത്. പിടികൂടിയവരെ 2 ആഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വയ്ക്കാനാണ് കോടതി നിർദ്ദേശം. ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താനായി സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണ 14 വർഷം മുമ്പ് രാജ്യത്ത് തുടങ്ങിയ ഫുട്ബോൾ അക്കാദമികളുടെ പ്രവർത്തനം നിർത്തി. ബാഴ്സലോണയുടെ വിഖ്യാതമായ ഫുട്ബോൾ അക്കാദമിയായ ലാമാസിയയുടെ മാതൃകയിൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് 2010-ലാണ് അക്കാദമികൾ പ്രവർത്തനം തുടങ്ങിയത്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, പൂനെ എന്നിവിടങ്ങളിലായിരുന്നു ബാഴ്സയുടെ ഫുട്ബോൾ അക്കാദമികൾ പ്രവർത്തിച്ചിരുന്നത്. കാരണമൊന്നും പറയാതെ ജൂലൈ 1 മുതൽ അക്കാദമികൾ പ്രവർത്തിക്കില്ലെന്ന് അംഗങ്ങളെ ക്ലബ് പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു. 2020 സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 18 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 40 പന്തിൽ 74 റൺസ് എടുത്ത കിൻടൺ ഡീകോക്കിന്റെ മികവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അമേരിക്കയ്ക്ക് 47 പന്തിൽ 80 റൺസ് എടുത്ത ആൻഡ്രീസ് ഗൌസ് പ്രതീക്ഷ നൽകിയെങ്കിലും നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. യൂറോ കപ്പ് ഫുട്ബോളിൽ ക്രൊയേഷ്യയെ സമനിലയിൽ തളച്ച് അൽബേനിയ. 74 മിനിറ്റ് വരെ 1 ഗോളിന് മുന്നിൽ നിന്ന അൽബേനിയ പിന്നീട് 2 മിനിറ്റിനിടെ 2 ഗോളുകൾ വഴങ്ങിയെങ്കിലും ഇഞ്ചുറി ടൈമിൽ തിരിച്ചടിച്ച് സമനില പിടിക്കുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ ഹംഗറിക്കെതിരെ ആതിഥേയരായ ജർമ്മനിക്ക് ആധികാരിക ജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ച ജർമ്മനി തുടർച്ചയായ 2ാം ജയത്തോടെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. അതേസമയം തുല്യശക്തികളുടെ പോരാട്ടത്തിനാണ് സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡ് മത്സരം സാക്ഷ്യം വഹിച്ചത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ എത്തുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.